കേരളത്തിലെ പരമ്പരാഗത മുന്നണി സംവിധാനത്തിന്റെ ഘടനയിൽ മൗലികമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് ഫലം വരും എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുന്നണിയുടെ സമവാക്യത്തിൽ മാറ്റം വരും. കേരളം രണ്ട് മുന്നണികൾക്ക് മാത്രമായി പകുത്തു മാറ്റപ്പെട്ടതാണ് എന്ന മലയാളികളുടെ രാഷ്ട്രീയ ബോധത്തിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി മൗലികമായിട്ടുള്ള മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും വരും. വലിയ കുതിച്ചുചാട്ടം കേരളത്തിൽ എല്ലായിടത്തും ഈ പ്രാവശ്യം എൽഡിഎഫ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എൽഡിഎഫ് ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഫലത്തിൽ ആരാണ് എൽഡിഎഫിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് കൃത്യമായ ഉത്തരം CPM പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ മാസ്റ്റർ ക്യാമ്പയിനർ ആരാണ്? എൽഡിഎഫിന്റെ ടീം ലീഡർ ആരാണ്? ആകെ നാം കാണുന്നത് മന്ത്രിമാരെയും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാറുണ്ട്? സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സർക്കാർ ഉണ്ടെങ്കിൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നതാണല്ലോ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ട വേദിയിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചുകൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി മാറുന്നത് എന്നതിന് വ്യക്തമായിട്ടുള്ള വിശദീകരണം പറയാൻ ഇപ്പോഴും CPM നേതൃത്വത്തിന് സാധിക്കില്ല. മുഖ്യമന്ത്രി സ്വയം തീരുമാനിച്ചതാണോ പാർട്ടി തീരുമാനിച്ചതാണോ? ഇതിൽ ഏതാണ് എന്നൊരു വ്യക്തത വരുത്തേണ്ട ആവശ്യമുണ്ട്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ മാറ്റിയപ്പോൾ CPM നൽകിയിട്ടുള്ള വിശദീകരണം അത് അദ്ദേഹം സ്വയം തീരുമാനിച്ചതാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ സ്വയം തീരുമാനത്തിന്റെ ഭാഗമായി അദ്ദേഹം മാറിയെന്നാണ് ഔദ്യോഗികമായി CPMന്റെ വിശദീകരണം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പിന്മാറ്റം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ടീം ലീഡർഷിപ്പിൽ നിന്ന് മാസ്റ്റർ ക്യാമ്പയിനർ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി മാറുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണോ അതോ പാർട്ടികളുടെയും മുന്നണികളുടെയും തീരുമാനമാണോ എന്ന് വിശദീകരിക്കാനും വ്യക്തമാക്കാനും CPM തയ്യാറാണ്. കോവിഡാണ് CPMന്റെ ചില നേതാക്കന്മാർ പറയുന്ന ന്യായീകരണം. കോവിഡ് മുഖ്യമന്ത്രിയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലല്ലോ. കോവിഡാണ് കാരണമെങ്കിൽ ആർക്കും പുറത്തിറങ്ങാൻ സാധിക്കില്ല. പ്രായമാണ് പ്രശ്നമെങ്കിൽ അതിനേക്കാൾ പ്രായമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ട്. CPM അടക്കമുള്ള ആൾക്കാർ തന്നെ. അപ്പൊ അതുകൊണ്ട് കോവിഡാണ് കാരണമെന്ന് പറഞ്ഞാൽ അതങ്ങനെ വെള്ളം കൂടാതെ വിഴുങ്ങാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കില്ല. ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കലാണ് കോവിഡിന്റെ പ്രശ്നമെങ്കിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളിലും മുഖ്യമന്ത്രിയെ കാണുന്നില്ലല്ലോ. സാധാരണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ LDF കൂട്ടുപിടിച്ചത് മുഖ്യമന്ത്രിയുടെ പേരും ഫോട്ടോയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പോഴതും കാണാനില്ലല്ലോ. LDFന്റെ പ്രചരണ ബോർഡിൽ നിന്ന് എന്തേ മുഖ്യമന്ത്രി ഒഴിവാക്കി? അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ജനങ്ങളെ ഭയപ്പെടുന്ന മുഖ്യമന്ത്രി സെക്രട്ടറി
പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാറുള്ളത് കോവിഡിനെ ഭയന്നിട്ടല്ല, ജനങ്ങളെ ഭയന്നില്ല. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം സ്വയം പിന്മാറാൻ തയ്യാറാകുന്നത്. ഇതൊരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ LDF തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള മയക്കുമരുന്ന് കേസ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെയും അവരുടെ മുന്നണിയെയും പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള തിരിച്ചറിവാണ് ഈ പിന്മാറ്റത്തിന്റെ കാരണം, ജനങ്ങളെ ഭയപ്പെടാനുള്ള കാരണം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പുതിയ വഴിത്തിരിവിലേക്ക് വരികയാണ്. ഈ കേസുമായി സർക്കാരിനോ CPM-നോ ഒരു ബന്ധമില്ല എന്ന ഗവൺമെന്റിന്റെയും പാർട്ടികളെയും നേരത്തെയുള്ള നിലപാടുകൾ അത് തെറ്റാണ് എന്ന് ഇപ്പൊ പുറത്തുവരുന്ന വാർത്തകൾ തെളിയിക്കുകയാണ്. സർക്കാരിലെ ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് ഈ കേസിലെ പങ്കാളിത്തം പുറത്തു വരുന്നു. പാർട്ടിയിലെ ഉന്നതരായിട്ടുള്ള ആളുകൾക്കുള്ള പങ്കാളിത്തവും പുറത്തു വരികയാണ്. അതുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് ഏതാനും ഉദ്യോഗസ്ഥന്മാരുടെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമേ പങ്കാളിത്തമുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ച CPM ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്ന വാർത്തകളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സർക്കാരിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ ഈ കേസിലുണ്ട് എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുള്ളല്ലോ. ആളുകൾ ആരാണ് എന്ന പേര് മാത്രമല്ലേ പുറത്തു വരേണ്ടതുള്ളൂ. പക്ഷെ ഇത് സർക്കാരിലെ ഉന്നതരായിട്ടുള്ള ആളുകളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പൊ സർക്കാരിന്റെ പങ്കാളിത്തം വ്യക്തമാക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമായിരുന്നു. മയക്കുമരുന്ന് കേസ് പാർട്ടി സ്പോൺസേഡ് പ്രോഗ്രാമായിരുന്നു. ഇത് രണ്ടിലും സർക്കാരിന് ബന്ധമുണ്ട്, പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഈ കേസിലേക്ക് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവങ്ങൾ വരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹം എന്തുകൊണ്ടാണ് നിരന്തരമായ അന്വേഷണ ഏജൻസിയിൽ നിന്ന് ഒളിച്ചു കളിക്കുന്നത്? അതിന് മറുപടി പറയാൻ CPM-ന് ബാധ്യതയില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്ന പാർട്ടി തീരുമാനം പ്രകാരമല്ലേ? അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനാണല്ലോ. 10-20 വർഷക്കാലം അദ്ദേഹവുമായി സുദീർഘമായ ബന്ധമുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. 2 പതിറ്റാണ്ടിലേറെ കാലം തനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ളവരായി കഴിഞ്ഞ 4 വർഷമായിട്ട് തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന സുപ്രധാനമായ ചുമതലയിലിരിക്കുന്ന ഒരാൾ, അദ്ദേഹം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് കിട്ടുമ്പോൾ നിരന്തരമായി ഒഴിഞ്ഞു മാറുന്നതിന്റെ പുറകിലെന്താണ്? മുഖ്യമന്ത്രി എന്നുത്തരം പറയണം. എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദ്യം ചെയ്യാൻ വിധേയമാവാത്തത്? മുഖ്യമന്ത്രിയുടെ വാക്കുകളനുസരിച്ച് വഴിയിൽ കനമില്ലാത്തവർക്ക് വഴിയിൽ ഭയപ്പെടേണ്ട എന്നാണല്ലോ ആവർത്തിച്ച് മുഖ്യമന്ത്രി പറയുന്നത്. രവീന്ദ്രന്റെ വഴിയിൽ കനമുണ്ടോ? അതുകൊണ്ടാണോ അന്വേഷണ ഏജൻസികളെ ചോദ്യം ചെയ്യുന്ന വിധേയമാവാത്തത്? എന്തുകൊണ്ടാണ് ഈ ആപ്തവാക്യം ഉൾപ്പെടുന്ന മുഖ്യമന്ത്രി തന്റെ വിശ്വസ്തനായിട്ടുള്ള സുദീർഘമായ വ്യക്തിബന്ധമുള്ള തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോട് അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ ഹാജരാകണം എന്ന് പറയാൻ എന്താ മുഖ്യമന്ത്രി തയ്യാറാക്കുന്നത്? രവീന്ദ്രൻ ചോദ്യം ചെയ്താൽ തന്റെ പങ്കാളിത്തം കൂടി പുറത്തു വരുമെന്നുള്ള ഭയമാണോ ഇതിന് പുറകിലുള്ളവർ? ആരാണ് രവീന്ദ്രനെ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് വിധേയമാകാൻ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നത് ആരാണ്? എന്താണ് തടസ്സം? ഇത്തരം ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയിൽ നിന്നൊരു മറുപടി കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു അസാധാരണമായ സാഹചര്യമാണ്.
ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി കേന്ദ്ര അന്വേഷണ ഏജൻസി ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിന് പുതിയ പുതിയ അസുഖമാണ്. ചോദ്യം ചെയ്യുന്ന ബോധപൂർവം ഒഴിഞ്ഞു മാറുകയാണ്. എന്താണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹം പറയണ്ടേ? അദ്ദേഹത്തിന്റെ ഇത്രയും വിശ്വസ്തനായിട്ടുള്ള ആളോട് അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ പോകണം, പറയാനുള്ള കാര്യങ്ങൾ പറയണം, നിങ്ങളുടെ മടിയിൽ കരമില്ലല്ലോ, പിന്നെ എന്തിനു ഭയപ്പെടണം, ഇതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം ഇദ്ദേഹത്തിന് രവീന്ദ്രന് പലതും നടക്കാറുണ്ട്. രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ അത് മുഖ്യമന്ത്രിയിലേക്കുള്ള പാലമാകുമെന്നുള്ള ഭീതി മുഖ്യമന്ത്രിക്കുണ്ട്, അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് തയ്യാറാണ്. സ്വപ്ന സുരേഷിനെ ജയിലിലെത്തി ചില ആളുകൾ ഭീഷണിപ്പെടുത്തി എന്നവർ പറഞ്ഞിരിക്കുന്നു. ആരോപണമല്ലല്ലോ, 164 മൊഴിയാണല്ലോ, മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്ത മൊഴിയാണല്ലോ, ആരും നിർബന്ധിച്ച് പറയിപ്പിച്ചതല്ലോ. ആരാണ് ഈ ഉന്നതരായിട്ടുള്ള ആളുകൾ? സ്വപ്ന സുരേഷിനെ ജയിലിലെത്തി ഭീഷണിപ്പെടുത്തിയവരാരാം? സ്വപ്ന സുരേഷുമായി സർക്കാരിനെ അടുത്ത ബന്ധമുള്ള ആളുകൾ നിരന്തരമായി സമ്പർക്കം നടത്തുന്നു എന്നുള്ളത് BJP നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. തൃശ്ശൂരിൽ ജയിലിലെ സമയത്ത്, അവരെ ആശുപത്രിയിലാക്കിയ സമയത്ത്, അവരെ സന്ദർശനം നടത്തിയിട്ടുള്ള ആളുകളെ കുറിച്ച് അവിടുത്തെ ജീവനക്കാർ മുഖേന CPM-ന്റെ നേതൃത്വം അവരെ സഹായിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം, ഇതെല്ലാം അന്നേ തന്നെ വാർത്തയിൽ വന്നിട്ടുള്ളതാണ്, ഞങ്ങളും ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ സ്വപ്ന സുരേഷ് തന്നെ പരസ്യമായിട്ട് പറയുന്നു, അവർ തന്നെ കോടതിയോട് പറയുന്നു, അവരെ സർക്കാരുമായി ബന്ധമുള്ള ചില ആളുകൾ വന്ന് കണ്ടിട്ടുണ്ട്, അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ചില ആളുകളുടെ പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഒരു സ്വപ്ന സുരേഷിന്റെയും ശിവശങ്കറിന്റെയും മാത്രം കേസല്ല. ഈ കേസിന് പുറകിൽ സംസ്ഥാന സർക്കാരിലെ ഉന്നതരായിട്ടുള്ള ആളുകളുടെ ബന്ധമുണ്ട്. ആ ബന്ധത്തെ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭീഷണിയാണ് നടക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാം ഊഹിച്ചതിനേക്കാളും അപ്പുറമാണ്, കേരളം പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണ് ഈ കേസിന്റെ ക്യാൻവാസ് എന്ന് മലയാളികൾക്ക് ബോധ്യമാവുകയാണ്. ഇതിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും അതുപോലെ തന്നെ ഈ സർക്കാരിനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് ഇപ്പോ പുറത്തു വരുന്ന വാർത്ത കൊണ്ട് പ്രാഥമികമായി നമുക്ക് എല്ലാവർക്കും ബോധ്യമാക്കുക. ഇതിനെ മറികടാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയുന്നതിന് പകരം സംഘടിതമായിട്ടുള്ള മതമൗലികവാദ ശക്തികളെ ഒരുമിപ്പിച്ചു നിർത്താൻ CPM-ഉം കോൺഗ്രസും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പല സ്ഥലത്തും BJP-യെയും NDA-യും തോൽപ്പിക്കാൻ വേണ്ടി CPM-ഉം കോൺഗ്രസും ഒരു മുന്നണിയായി മത്സരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് രമേശ് ചെന്നിത്തലയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാടെന്താണ്? എങ്ങനെയാണ് കോൺഗ്രസിനും CPM-നും ഐക്യപ്പെടാൻ വേണ്ടി സാധിക്കുന്നത്? CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, SDP, ഈ പാർട്ടികളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള മുന്നണികൾ കേരളത്തിന്റെ പല ഭാഗത്തുമുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചുമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, മലപ്പുറം ജില്ലയിലെ മാധ്യമ പ്രവർത്തകർ എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ ജില്ലക്കകത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് വന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് വലിയ തോതിൽ ആവശ്യം പറയുകയും മറുഭാഗത്ത് BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടും ലീഗുമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും SDP-യുമായിട്ടും കോൺഗ്രസിനും കൂട്ടുകൂടാൻ മടിയില്ല, ഇവരുമായി കൂട്ടുകൂടാൻ CPM-നും മടിയില്ല. ഈ അവിശുദ്ധമായിട്ടുള്ള ബാന്ധവം, രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ബാന്ധവം, അതേ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും CPM-നും തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾക്കവർ വിയോജിപ്പിക്കുന്നില്ല, വേദനാധികമില്ല. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസും CPM-ഉം ഒരു മുന്നണിയുടെ ഭാഗമാണ്. ആ മുന്നണി അതേ തലത്തിൽ കേരളത്തിലേക്ക് വന്നാൽ കുഴപ്പമില്ല. ഇവിടെ പരസ്പരം ചേരിതിരിഞ്ഞ് മത്സരിക്കുന്നു എന്ന ഒരു ബോധമുണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും, അന്തരീക്ഷം ഉണ്ടാവില്ല. എന്നിട്ട് BJP-ക്കെതിരായിട്ട്
അണിയറയിൽ ഇത്തരം മുന്നണികൾ ഉണ്ടാക്കില്ല. ഇത് ജനം അംഗീകരിക്കില്ല. അതുകൊണ്ട് ഇത്തരം സഖ്യങ്ങളെ കുറിച്ച് പരസ്യമായ അഭിപ്രായം പറയണം, തുറന്നു പറയണം. ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിക്കുന്നു എന്ന് പരസ്യമായി പറയട്ടെ, എന്നിട്ട് മത്സരിക്കട്ടെ. അതാണല്ലോ മര്യാദ. ആ രാഷ്ട്രീയ മര്യാദ കേരളത്തിൽ CPM-ഉം കോൺഗ്രസും കാണിക്കുന്നില്ല. ഈ അവിശുദ്ധമായ ബാന്ധവത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം തിരിച്ചറിയും. അതുകൊണ്ട് കോൺഗ്രസിനും CPM-നും എതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിക്കുന്ന ഈ അധാർമികമായ മുന്നണികൾക്കെതിരായി ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് ഫലം മാറുമെന്ന് തന്നെയാണ് BJP-യുടെയും NDA-യുടെയും ഉറച്ച വിശ്വാസം. ശബരിമല കേസ് സുപ്രീം കോടതിയുടെ മുമ്പിലാണ്. അതിനെ നിയമനിർമ്മാണത്തിന് പ്രസക്തിയില്ല. ശബരിമല വിഷയത്തിൽ UDF-ന്റെ നിലപാട് അത് ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടാണ് എന്ന് അന്ന് തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ശബരിമല വിഷയമുണ്ടായപ്പോൾ എവിടെയായിരുന്നു UDF നേതാക്കന്മാർ? അവരെ പത്രസമ്മേളനത്തിൽ മാത്രമായിരുന്നില്ല. ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ ഏതെങ്കിലും UDF-ന്റെ നേതാക്കന്മാർ ജയിലിലാണ്? ഏതെങ്കിലും UDF-ന്റെ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആ പ്രക്ഷോഭത്തിൽ UDF-ന്റെ നിലപാട് കാപട്യമായിരുന്നു എന്ന് കേരളം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് UDF ഇന്ന് നടക്കുന്ന പ്രസ്താവനയ്ക്ക് യാതൊരു യോജിപ്പും ഒരു പ്രസക്തിയുമില്ല. മാത്രമല്ല, ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സംസ്ഥാന സർക്കാരിന്റെ കൂടിയായിരുന്നു. പിന്നെ MMSN പറയുന്നതിന്റെ കാര്യം, പിന്നെ MMSN പറയുന്നതും കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അപ്പൊ MMSN UDF-ന്റെ കൺവീനർ എന്നുള്ളത് നടത്തുന്ന പ്രസ്താവനകൾ അത് UDF-ന്റെ നിലപാടല്ല എന്ന് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾക്ക് ആരാണ് പ്രാധാന്യം കൊടുക്കുന്നത്? അതുകൊണ്ട് അദ്ദേഹം ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ UDF-ന്റെ തന്നെയാണെന്ന് ആ കാര്യത്തിൽ വ്യക്തത അദ്ദേഹം കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വ്യക്തത വരുത്തിയതിനു ശേഷം പറഞ്ഞിരിക്കുന്നതാണ്. എല്ലാ വിഷയവും എല്ലാ സന്ദർഭത്തിലും ഉയർത്തി കാണിക്കുക എന്നുള്ളതല്ല. ശബരിമല ഒരു വികാരമായിരുന്നു. അത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതിങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമായി, BJP-യുടെയും നിലപാട് വ്യക്തമായി. കേന്ദ്ര സർക്കാരിന്റെ കൃത്യതയോടെയുള്ള നിലപാടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഈ കാര്യത്തിൽ വിശ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ആ തീരുമാനം അതിന്റെ പുറകിൽ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നിലപാടുണ്ടായി. അതെല്ലാ വിശ്വാസികൾക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ശബരിമല വിഷയത്തിൽ ആരാണ് ആത്മാർത്ഥമായി പ്രവർത്തിച്ചത്, ആരുടെ നിലപാടാണ് വസ്തുതാപരം എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. അത് ഓരോ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റു ചില വിഷയങ്ങളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് അഭിപ്രായം. അല്ല, കോടതി ഉത്തരവ് വന്നില്ലല്ലോ. കോടതി ഉത്തരവ് ഒരു കോടതി ഉത്തരവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാർ ചെയ്യേണ്ടതാണ് സർക്കാർ വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ വിധിയെ സമീപിക്കണം. നമ്മുടെ നാട്ടിൽ പല കോടതി ഉത്തരവുകൾ വരാറുണ്ട്. കോടതി ഉത്തരവുകൾ വന്നാൽ സർക്കാർ അങ്ങനെ തന്നെ അംഗീകരിക്കണം. വരണം. സർക്കാർ ജനങ്ങളുടെ ഭാഗമാണ്. അപ്പൊ എന്താണ് ജനങ്ങളുടെ താല്പര്യം, എന്താണ് വിശ്വാസികളുടെ താല്പര്യം? ആ താല്പര്യം കോടതിയെ അറിയിക്കലായിരുന്നു ഇടതുപക്ഷ പ്രതിനിധിയുടെ ഗവൺമെന്റ് ചെയ്യേണ്ടത്. അതിനു പകരം അവർ ആ കോടതി വിധിയെ മറപിടിച്ചുകൊണ്ട് ശബരിമല തകർക്കാനാണ് പരിശ്രമിച്ചത്. അതിനെയാണ് ചെറുതോൽപ്പിച്ചത്. ആരും കോടതി വിധിയെ പരസ്യമായി ലംഘിക്കാനല്ലോ പറഞ്ഞത്. കോടതി വിധിയെ മറികടക്കാൻ നിയമപരമായ മാർഗങ്ങൾ കളയാനാണ് നമ്മൾ സർക്കാരിനോട് പറഞ്ഞത്. ആ നിയമപരമായ മാർഗങ്ങൾ തേടുന്നതിന് പകരം സർക്കാർ
കോടതി വിധിയെ മറവടിച്ച് ശബരിമല തകർക്കാൻ പറ്റും. ഇപ്പോ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള എത്ര കോടതി വിധികളുണ്ട്? ആ കോടതി വിധി വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ എന്താ ചെയ്യാറ്? മേൽക്കോടതിയിൽ നിയമപരമായിട്ടുള്ള മാർഗം നേടുക, അതാണ് ചെയ്യാറ്. ഇപ്പൊ നമ്മുടെ ഈ പെരിയ വെട്ടക്കൊല കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാന ഹർജി സംസ്ഥാന സർക്കാർ നിലപാട് വിരുദ്ധമായിട്ട് കോടതി ആത്യന്തികമായി CBI വേണം എന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞു. ഇപ്പൊ ആ വിധിയിൽ വ്യക്തത വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സുപ്രീം കോടതി പോവാണ് സർക്കാർ. അപ്പൊ നിയമപരമായ നടപടിക്രമമാണ്. അങ്ങനെയുള്ള നിയമപരമായ നടപടിക്രമത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നതിന് പകരം അവർ വീട് കിട്ടിയത് വിധിയാക്കി ശബരിമലയെ തറക്കാൻ ഉപയോഗപ്പെടുത്തി. അതാണ് ഞങ്ങളുടെ പറഞ്ഞത്. കോടതിയിൽ രണ്ടാമത് കോടതി കാര്യങ്ങൾ പരിഗണിച്ചു, വിശദമായി പരിഗണിച്ചു, റിവ്യൂ ഹർജികൾ കേട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളുടെ ഭാഗത്ത് ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ അതിന് മെറിറ്റുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അർത്ഥത്തിലാണ് വിശാലമായ മറ്റൊരു ബെഞ്ചിലേക്ക്, ഒരു ഫുൾ ബെഞ്ചിലേക്ക് ഈ കേസ് റഫർ ചെയ്തിട്ടുണ്ട്. ഇനി ആ കേസ് വിധി വരുന്നവരെ ഇപ്പോ സ്റ്റാറ്റസ് ക്വോ എന്ന് പറഞ്ഞാൽ പഴയതാണ്. ആ വിധി വരട്ടെ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ വിധി വിശ്വാസികൾക്ക് അനുകൂലമായിരിക്കും എന്നുള്ളതാണ്. അതിനു മുമ്പ് മറ്റൊരു നിയമനിർമ്മാണത്തിന്റെ ഓർഡിനൻസിനോ ഇപ്പൊ പ്രസക്തി. ഇപ്പൊ ശബരിമലയിൽ പഴയ സാഹചര്യമാണുള്ളത്. ആർക്കും വാശിയില്ലല്ലോ, സ്ത്രീകൾക്കായിട്ട് ഇപ്പൊ ആർക്കും വാശിയില്ലല്ലോ. അപ്പോ അതങ്ങനെ തന്നെ പോകട്ടെ, കോടതി വിധി വരട്ടെ. കോടതി വിശ്വാസികൾക്ക് അനുകൂലമായി വിധി വരുമെന്നുള്ളതാണ്. മറിച്ചാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ആലോചിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി വിശ്വാസികൾക്ക് അനുകൂലമായിരുന്നു. അപ്പൊ പഴയ സാഹചര്യമാണ് ഇപ്പൊ ശബരിമലയുള്ളത്. ഇപ്പൊ കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിലുള്ള വിഷയം ശബരിമല തകർക്കാൻ ശ്രമിച്ചതാരാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമാണ്. അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം കോടതി വിധി വന്നപ്പോ ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് സ്ത്രീകളെ കയറ്റാൻ ശ്രമം നടന്നില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ദുഷ്ടരാക്കുണ്ടായിരുന്നു എന്നാണല്ലോ. ഒരു രാഷ്ട്രീയ നിലപാടിന്റെ പേരിലാണെങ്കിൽ ഇപ്പോഴും ചെയ്യണമല്ലോ, അത് ചെയ്യുന്നില്ലല്ലോ. അപ്പം രാഷ്ട്രീയ ദുഷ്ടരാക്കുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ദുഷ്ടരാക്കലാണ് ശബരിമലയെ തകർക്കലായിരുന്നു. അതിപ്പോഴും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ക്യാമ്പയിനിന്റെ ആവശ്യമില്ലാതെ ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠയാണ്. ആ കാര്യത്തിൽ ഇപ്പോഴും CPM പ്രതികൂട്ടിലാണ്, ഈ ഗവൺമെന്റ് പ്രതികൂട്ടിലാണ്. അത് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് പ്രതിഫലിക്കാൻ ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ക്യാമ്പയിൻ ഇഷ്യൂ അതല്ല എന്ന് മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, അതിന്റെ പ്രയോജനം കിട്ടുന്ന ആളുകൾ, അവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഇപ്പൊ നമ്മുടെ കോവിഡ് കാലഘട്ടത്തില് പെട്രോളിയം വില, എണ്ണ വിലയിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സാഹചര്യം ഉണ്ടായി, ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായി. കോവിഡ് മെല്ലെ പുറകോട്ട് പോകുമ്പോൾ മാർക്കറ്റ് സജീവമാണ്. ആ മാർക്കറ്റ് സജീവമാകുമ്പോൾ വിലയുള്ള വേരിയേഷൻ വരുന്നുണ്ട്. അത് സാമ്പത്തിക രംഗം ഉണർവിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ടുണ്ടാകുന്ന വില വർധനവ്. അങ്ങനെ വില കയറിയിട്ടും നേരത്തെ UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ വിലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ വർധനവ്, പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെന്റ് കോവിഡ് കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സഹായം, ആ സഹായം ജനങ്ങൾക്ക് നേരിട്ടുള്ള സഹായമാണ്. അപ്പൊ ജനങ്ങൾ സ്വാഭാവികമായിട്ട് നോക്കുക, ജനങ്ങൾക്ക് നേരിട്ട് സഹായം കൊടുക്കും. ആ സഹായം തന്നെയാണ് ജനങ്ങളുടെ മുമ്പിലുള്ളത്. പെട്രോളിയം വിലവർദ്ധനവിലൂടെ കേന്ദ്ര സർക്കാരിന് മാത്രമല്ല സംസ്ഥാന സർക്കാരിന് നേട്ടമുണ്ട്. കേന്ദ്ര സർക്കാരിന് ചെറിയൊരു വിഹിതം മാത്രമേ കിട്ടുന്നുള്ളൂ. ആ വിഹിതം പൂർണ്ണമായിട്ടും സർക്കാർ മറ്റൊന്നിനും മാറ്റിവെക്കുന്നില്ല. സർക്കാർ ആ പണം മുഴുവൻ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ദുർബലരായിട്ടുള്ള ജനങ്ങൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുകയാണ്. എണ്ണ വിലവർദ്ധനയിലൂടെ സർക്കാരിന് കിട്ടുന്ന ചെറിയ ലാഭവിഹിതം പോലും നേരിട്ട് തിരിച്ച് ജനങ്ങളിലേക്ക് എത്തുകയാണ് എന്ന്
അവർക്ക് നല്ല ബോധ്യമുണ്ട്. ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജനം ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസമായി നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് അനുകൂലമായി ജനം വോട്ട് ചെയ്തിട്ടുള്ളത് ഈ അറിവ് അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ വരാതി വാഹനം ഓഫാക്കി തള്ളിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ വണ്ടി തള്ളാൻ ആളുകളുള്ളതാണ്, വണ്ടി തള്ളേണ്ടതാണ്. ഇതൊക്കെ എത്രമാത്രം ആളുകൾ ഇതിന്റെ ആനുകൂല്യം ആളുകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ നേരിട്ട് ആളുകൾ പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോക്താക്കളാണ്. അതിനകത്തൊരു വ്യക്തമായ വിശദീകരണമാണോ ആളുകൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞ വിശദീകരണത്തിൽ വ്യക്തതയില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ എന്നെ ഉത്തരം പറയുക. ഞാൻ പെട്രോളിന് വില വർദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. പെട്രോൾ വില കേരളത്തിൽ വർദ്ധിക്കുന്നില്ല. എന്നിട്ടും ജനങ്ങൾ അതുകൊണ്ടാണ് ബി ജെ പി സ്വീകരിക്കുന്നത് എന്ന ചോദ്യത്തിലാണ്. ജനങ്ങൾക്ക് ജീവിതഭാരം വർദ്ധിക്കുന്ന സമയത്ത് ജനം ബി ജെ പി വോട്ട് ചെയ്യും. ജനം ബി ജെ പിക്ക് വോട്ട് ചെയ്യും. നിങ്ങൾ പറയുന്ന സാഹചര്യം അനുസരിച്ചാണെങ്കിൽ വെള്ളവില വർദ്ധനവുണ്ടാകുന്ന സന്ദർഭത്തിൽ ജനം ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരാൾക്ക് പൈസ കൊണ്ടെടുക്കുന്നില്ല. ആ എടുക്കുന്ന പൈസയുടെ ഇരട്ടി മറ്റൊരു വിഭാഗത്തിന് കൊടുക്കുകയാണ്. അല്ലാതെ സർക്കാർ ധൂർത്തടിക്കുകയല്ലോ, സർക്കാർ മറ്റൊരു ചെയ്യലല്ലോ. കോവിഡ് കാലഘട്ടത്തിൽ ഇപ്പൊ കഴിഞ്ഞ 9 മാസമായി രാജ്യത്തിലെ 85 കോടി ആളുകൾക്ക് ഈ സർക്കാർ സൗജന്യമായി ആഹാര സാധനങ്ങൾ കൊടുക്കുകയാണ്. ലോകത്തിൽ തന്നെ നിർത്താറ്. അപ്പൊ അതിന്റെയൊക്കെ ഗുണം കിട്ടുന്ന ആളുകളുണ്ട്, പ്രയോജനം കിട്ടുന്ന ആളുകളുണ്ട്. അവരുടെ കാര്യങ്ങൾ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഹൈദരാബാദിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ജനം ബി ജെ പി വോട്ട് ചെയ്തത്? നേരത്തെ ആളുകൾ പറയാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്, അതിലല്ലോ ബാലറ്റ് പേപ്പറാണ്. ബാലറ്റ് പേപ്പറിലാണല്ലോ വോട്ട് ചെയ്തത്. 4 സീറ്റിൽ നിന്ന് ഞങ്ങൾക്ക് 42-49 സീറ്റിലേക്ക് എങ്ങനെ എത്താൻ സാധിച്ചത്? ജനം വോട്ട് ചെയ്യത്തില്ല. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ അടിത്തറയുള്ള പ്രദേശമാണ് ഹൈദരാബാദിൽ നിന്നുമാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ ജനം അവരുടെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ എപ്പോഴും പറയാറ് ജനം അവരവരുടെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് പ്രയോജനം കിട്ടുന്നതെന്ന് അവർക്ക് ബോധ്യമായി കൊടുക്കും. ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ജനം വളരെ അതിശക്തമായ ജനാധിപത്യ ബോധമുള്ളവരാണ്. അവർക്ക് ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാകുമെങ്കിൽ അത് അവർ പ്രതിഫലിക്കും. നേരത്തെ പ്രതിഫലിച്ചിട്ടുണ്ട്, ഓരോ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവശ്യമുണ്ട്. അതിന്റെ പ്രയോജനം അവർക്ക് നേരിട്ട് കിട്ടുന്നുണ്ട്. ആ ഉറപ്പാണ് ഞങ്ങളുടെ ഉറപ്പ്. അതായത് ജനങ്ങൾ ബി ജെ പിക്ക് ചെയ്യുന്ന വോട്ട് ഡീസൽ പെട്രോൾ വില വർദ്ധനവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു മാൻഡേറ്റായിട്ടാണ് ഗവൺമെന്റ് കാണുന്നതാണ് താങ്കൾ. അങ്ങനെയല്ല, അതുകൊണ്ട് കോടതിയിൽ ചോദിച്ചു. സത്യം പറഞ്ഞാൽ അച്ഛൻ അമ്മയെ പോയി പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയെടുത്ത് പറഞ്ഞു. അതുപോലെ ചോദിച്ചത് ഡീസൽ വില വർദ്ധനവ് ഒരു യാഥാർത്ഥ്യമാണ്. വില കുറച്ചിട്ട് കൊടുക്കേണ്ട അന്താരാഷ്ട്ര മാർക്കറ്റിലെ വ്യതിയാനത്തിനനുസരിച്ച് കമ്പോളത്തിലെ വില നിലവാരത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും. ഞാൻ പറഞ്ഞ ആ മാറ്റം ഉണ്ടാകുമ്പോഴും ഇന്ത്യയിലെ പെട്രോളിയം മേഖലയിൽ UPA ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച കോടിക്കണക്കിന് രൂപയുടെ കടം ഈ സർക്കാരാണ് കൂട്ടിയത്. ഇതൊക്കെ നമ്മുടെ പൊതുമധ്യത്തിലുള്ള കാര്യമാണല്ലോ. അത് BJP-യുടെ കണക്കുകളല്ല. ഞങ്ങൾ ആ കടം കൂട്ടുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധികമായി സർക്കാർ എടുക്കുന്ന വിഹിതം കൊടുക്കാൻ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ജനക്ഷേമ പ്രവർത്തനത്തിന് മാറ്റി വന്നു. എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്ര 1000 കോടി രൂപ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നത്? അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ, മെച്ചപ്പെടാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അതുകൊണ്ട് ജനമത് കമ്പയർ ചെയ്യും. ഇത് രണ്ടും ജനം കമ്പയർ ചെയ്യും. രണ്ടും ജനത്തിന് മുമ്പിലുള്ളതാണ്. ആ കമ്പയറിംഗിൽ ജനത്തിന് പ്രയോജനമുള്ള പദ്ധതികൾ ഈ സർക്കാർ ചെയ്യുന്നു എന്ന് ബോധ്യം കൊടുക്കുന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ സമയത്താണ് ഇത്രയും വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സർക്കാരിനകത്ത് ഉണ്ടായതിനേക്കാൾ പകുതി വിലകളാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിൽക്കുന്നത്. അല്ല, നാം ഇവിടത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത തന്നെയാണ്. ഇവിടെ നികുതിയാണല്ലോ. ആ നികുതി കൂടി കണക്കുകൂടിയാണല്ലോ എണ്ണയുടെ വില നിശ്ചയിക്കുന്നത്. ആ നികുതി ഏറ്റവും ചെറിയ നികുതി കേന്ദ്ര സർക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സംസ്ഥാന സർക്കാർ നികുതിയാണല്ലോ പ്രധാനം. നികുതിയുടെ വേരിയേഷൻ ആണല്ലോ വില വർദ്ധന വേരിയേഷൻ ഉണ്ടാകും. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നികുതി കൽപ്പിക്കട്ടെ, സംസ്ഥാന സർക്കാരിന് എടുക്കുന്നതിന്റെ പകുതിയിലേക്ക് കേന്ദ്ര സർക്കാർ. അപ്പൊ ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമാണ്. പ്രചരണം നടത്തിക്കോട്ടെ, ഞങ്ങളത് എടുക്കുന്നില്ല. ജനാധിപത്യമാണല്ലോ, പ്രചരണം നടത്തിക്കോട്ടെ. പക്ഷേ റിസൾട്ട് മറിച്ചാണല്ലോ ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി BJP
ഏറ്റവും വലിയ റിസൾട്ട് ബി ജെ പി ആയിരിക്കും. ഒരു തർക്കവും ആത്മഹത്യ നമ്മുടെ 16 കഴിഞ്ഞതാണ്. അത് പാർട്ടി ചർച്ച ചെയ്ത് പരിഹരിക്കുമായിരിക്കും. സ്വാഭാവികം ബി ജെ പിയുടെ ജനാധിപത്യ പാർട്ടിയാണ്. ആ ജനാധിപത്യത്തിൽ അഭിപ്രായം പറയാൻ എല്ലാവർക്കും അധികാരമുള്ള അവകാശമുണ്ട്. അത് പരിഹരിക്കാൻ ബി ജെ പിക്ക് പല പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ ആർക്കെങ്കിലും കഷ്ടപ്പെട്ടത് പരിഹരിക്കുന്നത് അതിൻ്റെ ആൾ ഞാനല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആധികാരിക അഭിപ്രായം പറയാൻ സാധിക്കില്ല. പക്ഷെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വളരെ വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. പലരും അഭിപ്രായമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് അത് പ്രകടിപ്പിക്കാറില്ല. അവർ ഏതെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് അത്രമാത്രം തെരഞ്ഞെടുപ്പ് വരാത്ത വിധം ശോഭ ബി ജെ പിയിൽ നടന്നു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അവരുടെ പാർലമെന്റ് മണ്ഡലത്തിലുള്ള സജീവമാണ്. അല്ലാതെ എന്തെങ്കിലും ഉള്ളതായിട്ട് എന്നെ നോക്കണം. സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിന്റെ ഒരു തെളിവാണോ? യു.പി. സർക്കാർ കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി റെക്കോർഡിലെത്തിയത് യു.പി. സർക്കാർ നല്ല സാമ്പത്തിക നിലയിലായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് കുറച്ചു കാലത്തേക്ക് ഒരു എന്താ പറയുക സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് സ്ഥിരതയുടെ മാർക്കറ്റ് ഉണരുന്നതോടുകൂടി ആ വേരിയേഷൻ മാറി. നേരത്തെ ഉണ്ടായിരുന്ന പോലെ പോകുന്നു കുറയുന്നു എന്നുള്ള വ്യത്യാസം. അപ്പോൾ അതെല്ലാ തരത്തിലും പ്രതിഫലിക്കും. ആ പ്രതിഫലനം നമ്മളെ മാത്രം ബാധിക്കുന്നില്ല, ലോകത്ത് മുഴുവൻ ബാധിച്ചിട്ടുള്ളതാണ്. ലോകത്ത് മുഴുവൻ എണ്ണ വിലയിൽ വേരിയേഷൻ എന്ന് അത് സാമ്പത്തിക മേഖല സജീവമാകുന്നതിന് തുല്യമാണ്. അല്ലാതെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചാൽ സാമ്പത്തിക മാറ്റം ഉണ്ടാകുന്നില്ല. ഈ വേരിയേഷൻ ഉണ്ടാകുന്നത് മാർക്കറ്റ് തുടങ്ങുന്നതിന്റെ സൂചനയാണ്. അത് നമുക്ക് ചിലപ്പോൾ അനുകൂലമാകും, നമുക്ക് പ്രതികൂലമാകും, രണ്ടുമാകും. അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും ഒരു നയത്തിന്റെ ഭാഗമായിട്ടല്ല. പക്ഷേ ആ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റു പല രീതിയിൽ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. അതിന് ക്ഷേമ പദ്ധതികൾ, ഡയറക്ട് ബെനിഫിഷ്യറി സ്കീമുകൾ, ഇതൊക്കെ കേന്ദ്ര സർക്കാർ ചെയ്യുകയാണ്. ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യും. ഒരു വർഷം പഠിപ്പിച്ച് ഗവൺമെന്റ് സെൻട്രലിൽ ബി ജെ പി അധികാരത്തിലെത്തി. ബി ജെ പി പ്രയോജനമില്ല ക്യാമ്പയിൻ നടത്തുന്ന പാർട്ടിയായി മാറിയൊരു പാർട്ടിയാണ്. പക്ഷേ പല സ്ഥലത്തും മലബാർ പ്രതി താങ്കളുടെ ജില്ല ഉൾപ്പെടുന്ന മലബാർ പ്രതി പല സ്ഥലങ്ങളിലും വാർഡുകളിൽ ബി ജെ പി മത്സരിക്കുന്നു. മലപ്പുറം ജില്ലയിൽ കൽപ്പകശ്ശേരി പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും മത്സരിക്കുന്നു. ബി ജെ പി ജയിക്കാൻ സ്വാഭാവികമായി ചിലപ്പോൾ രണ്ട് മുന്നണികൾക്ക് എതിരേക്ക് മത്സരിച്ചേക്കണമെങ്കിൽ കുറച്ച് കാലം എടുക്കുമായിരിക്കും. പക്ഷേ മത്സരിക്കാനെങ്കിലും പാർട്ടിക്ക് പ്രാപ്തി വേണ്ടിയിരുന്നില്ല. എല്ലാ വാർഡുകളിലും ബ്ലോക്ക് വാർഡുകളായാലും ഗ്രാമപഞ്ചായത്ത് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പോയാൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാർഡുകൾ മത്സരിക്കുന്ന പാർട്ടി നാടൻ ചിഹ്നത്തിൽ, സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്ന പാർട്ടി CPM കോൺഗ്രസും. ചില സ്ഥലത്ത് നിർത്താൻ സാധിക്കാത്ത വിഷയങ്ങളുണ്ട്. അത് വളരെ അപൂർവം ചില സ്ഥലങ്ങളിലാണ്. അത് ഒന്ന് CPMന്റെ ചില സ്വാധീനം, മലപ്പുറം ജില്ലയിലെ ചില കേന്ദ്രങ്ങൾ ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട്, ഇവിടെ നിർത്താൻ സാധിക്കില്ല. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് 20,000-ലേറെ വാർഡുകൾ ഞങ്ങൾ താമസിച്ചിട്ട് മത്സരിക്കും. അത് റിക്കാർഡാണ്. നിങ്ങൾ പർട്ടിക്കുലർ സ്ഥലത്തിന്റെ കാര്യം ചോദിച്ചാൽ അത് ഈ ജില്ലയിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇൻ ജനറൽ ഞാൻ മുതൽ കേരളത്തിലെ കാര്യം പറയാം. കേരളത്തിൽ BJP ആദ്യമായിട്ടാണ് ഇത്രയും സീറ്റുകൾ മത്സരിക്കുന്നത്. അത് റെക്കോർഡാണ്. അത് തന്നെ കേരളത്തിൽ നമ്പർ 1. ഏറ്റവും കൂടുതൽ സ്ഥാനം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാതെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്ന പാർട്ടി. ബാക്കി പ്രചരണങ്ങൾ അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ട ഞാൻ CPM-ന്റെ പ്രസ്ഥാനത്തിൽ 5000 സീറ്റ് മത്സരിക്കും. എനിക്കറിയാം ഞങ്ങളുടെ സത്യം അപ്പോൾ അതൊക്കെ പ്രചരണമാണ്. എവിടെയെങ്കിലും പർട്ടിക്കുലർ വിഷയമാണെങ്കിൽ അത് പരിശോധിക്കണം. നോർമലിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വാർഡുകളും സീറ്റും പഞ്ചായത്തും ഒക്കെ ബി ജെ പി സംശയമത് വലിയ കുതിച്ചുചാട്ടമായിരിക്കും ഇപ്രാവശ്യം BJP. കേരളത്തിലെ നിരവധി ഗ്രാമപഞ്ചായത്തുകളിൽ BJP ജയിക്കാൻ സാധിക്കും. നിരവധി മുനിസിപ്പാലിറ്റികളുടെ ഭരണം ഉണ്ടാകും. ഒന്നിലേറെ കോർപ്പറേഷനുകളുടെ ഭരണം BJP. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് കേരളത്തിന്റെ ഒരു 6 പതിറ്റാണ്ട് കാലമായിട്ടുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ഘടനയിൽ മാറ്റമുണ്ടാകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ പ്രാവശ്യം. ഞാനത് നല്ല കോൺഫിഡൻ്റാണ്. വലിയ കുതിച്ചുചാട്ടം ഒരു സ്വാഭാവികമായിട്ടുള്ള വളർച്ചയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അമ്പരപ്പിക്കുന്ന ഫലം ഈ
തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാകുന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ സന്തോഷം. ഇത്രയും സമയം നമ്മൾ